എല്ലാവർക്കും ബെൽ ഓർക്കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫലനാപ്സിസിൻ്റെ കെയറിങ്ങും പെട്ടെന്ന് ഫ്ലവർ വരാനുള്ളതും ഗ്രോത്ത് വരാനുള്ളതുമായ ഒരു വീഡിയോയാണ്. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഫലനാപ്സിസിൻ്റെ ഒരു വലിയ പ്ലാന്റാണിത്. ഈ സൈസുള്ള പ്ലാന്റുകൾ നമുക്ക് ഫ്ലവർ വരാറായ പ്ലാന്റുകളാണ്. ഈ പ്ലാന്റിന് ഇത്രയായിട്ടും ഫ്ലവർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ വരാനുള്ള ഒരു വളം നമുക്ക് കൊടുക്കാം. ഫ്ലവർ മാത്രമല്ല, നല്ല ഗ്രോത്തിനും കൂടിയുള്ള വളമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുകൂടി നമുക്ക് ഇവിടെ കാണാം. അതിനാവശ്യമായത് കുറച്ച് അരിയാണ്. പിന്നീട് ആവശ്യം ഒരു ഗ്രീൻ ടീ ആണ്. ഈ രണ്ട് സാധനങ്ങളുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു ഫ്ലവറിങ്ങിനുള്ള ഒരു വളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. നന്നായിട്ട് തിളപ്പിച്ച് ചൂടുവെള്ളം. ആ ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഒരു 2 ടീസ്പൂൺ അരി നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ ഗ്രീൻ ടീ അതും നമുക്കിതിൽ മുക്കി വയ്ക്കാം. ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 മണിക്കൂർ നമ്മൾക്ക് ഇത് ഒന്ന് മൂടി വയ്ക്കാം. അവിടെ ഇരുന്ന് സോക്കാവട്ടെ. ഇനി നമ്മൾക്ക് ഈ ഇലകളിലൊക്കെ ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ട്. ഈ പാടുകളൊക്കെ ഒന്ന് തുടച്ച് നമുക്ക് പ്ലാന്റിനെ നല്ല രീതിയിൽ ഫ്രഷ് ആക്കി എടുക്കാം. നമുക്ക് ഈ കാണുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ചതച്ചതോ ആയിട്ടെടുക്കാം. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് അതും ഈ തിളച്ച് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ച് വയ്ക്കാം. ഇത് നമുക്കൊരു 2 മണിക്കൂർ ഇവിടെ ഇരുന്ന് കുതിർന്ന് വരട്ടെ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതെന്തായി എന്ന് നോക്കാം. ഇതാ നല്ല രീതിയിൽ അതതിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട്. കളറ് തന്നെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടോ, അരിയും കണ്ടോ, അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കളറുണ്ടോ. വെള്ളത്തിൻ്റെ നമ്മൾ ഇട്ട് വെച്ചപ്പോൾ നല്ല വൈറ്റ് കളറായിരുന്നു. ഇപ്പോൾ ഇത് നല്ല ഗ്രേ കളറിൽ വന്നിട്ടുണ്ട്. മെറൂൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് ചൂടാറണം കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇലകൾ തുടച്ച് വൃത്തിയാക്കാം. ഇതാ നമ്മൾ ഇട്ട് വെച്ചപ്പോൾ നല്ല വൈറ്റായിരുന്നു. 2 മണിക്കൂറുകൾക്ക് ശേഷം അത് ഉണ്ടോ, അതിനും ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അതും നമുക്ക് അരിച്ചെടുക്കാം. വെളുത്തുള്ളി ആയതുകൊണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കാരണം 2 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചുമ്പോൾ അതിനൊരു സ്മെല്ലിനൊരു ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിലൊന്ന് മുക്കുക, നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം ഇതാ ഈ ഇലകളൊക്കെ കണ്ടോ, ഒരു ചെറിയ നമ്മൾ വളങ്ങൾ അടിച്ചിട്ടും പൊടികളൊക്കെ ആയിട്ട് ഇലകളിലൊരു ചെറിയ ഷെയ്ഡ് വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇലയുടെ അകവും പുറവും ഒക്കെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നന്നായിട്ട് അഴുക്കുകൾ ഉണ്ടാവും ഇലയിൽ. ഫലനാപ്സിസിൻ്റെ ഇല എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. ഡെൻഡ്രോബിയം പോലെയല്ല. ഉണ്ടോ, ഇലയിലുള്ള അഴുക്കാണിത്. ഉണ്ടോ, ഈ ഇലകളൊക്കെ തുടയ്ക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്രഷായിട്ട് തോന്നും. അതിൻ്റെ ഗ്രോത്തിനെയും ഇത് ബാധിക്കും കേട്ടോ. നന്നായിട്ട് വളരാനുള്ളൊരു സാഹചര്യം കൂടി ഇതുണ്ടാക്കും.
നന്നായിട്ട് അഴുക്കുണ്ട് ഫലനോപ്സിസിൽ. ആഴ്ചയിൽ ഒരിക്കലും ഈ വളം കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 2 മാസം കൊണ്ട് നമ്മുടെ ഫ്ലവർ ഇടാതിരിക്കുന്ന ഫലനോപ്സിസുകളിൽ നിന്ന് നമുക്ക് നന്നായിട്ട് 2-3 സ്പൈക്കുകളൊക്കെ നമുക്ക് ഒരുമിച്ച് വരും. നല്ല മാറ്റം നമുക്ക് പ്ലാന്റിൽ കാണാനായിട്ട് സാധിക്കും. ആഴ്ചയിൽ ഒരിക്കൽ ഇലകളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇതുപോലൊരു വളം കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം കാണാം. കണ്ടോ, നമ്മൾ ആദ്യം കണ്ട പ്ലാന്റിനേക്കാളും നല്ല ഫ്രഷ് ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നല്ല ഒരു ഭംഗിയുണ്ട് പ്ലാന്റിന്. ഇനി നമുക്ക് നമ്മുടെ വളം കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളിപ്പോൾ തുടച്ചിട്ട്. ഇതിലുള്ള വെള്ളം, ഇലകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വെള്ളങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് വേറൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യാം. ഇലകളിലൊന്നും അധികം വെള്ളം നിൽക്കേണ്ട ആവശ്യമില്ല ഫലനോപ്സിസ് ആയതുകൊണ്ട്. അപ്പോൾ ഉള്ള വെള്ളം നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാം. നന്നായിട്ട് തുടച്ചെടുക്കുക. അകവും പുറമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുക. നന്നായിട്ട് ക്ലീനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റുകൾ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അഴുക്കും പൊടിയൊന്നും പ്ലാന്റുകളിൽ പിടിക്കുകയില്ല. നല്ല ഭംഗിയിൽ പ്ലാന്റ് ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ പ്ലാന്റ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ച ടീ ബാഗിൻ്റെയും അരിയുടെയും വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല കളർ ചേഞ്ചസ് ആയിട്ടുണ്ട്. വളരെയധികം ഹെൽത്തിയായ ഒരു വളമാണ് കേട്ടോ അത്. കുറേശ്ശായിട്ട് പ്ലാന്റുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വീതം പ്ലാന്റുകളിൽ ഒഴിക്കാം. ആഴ്ചയിലൊരിക്കൽ ഇതുപോലെ നമ്മുടെ ഫലനോപ്സിസിനെ ഇങ്ങനെ വളം കൊടുക്കുകയാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ ഇവ നന്നായിട്ട് നമുക്ക് ഫ്ലവർ ചെയ്ത് കാണും. അതും 2-3 സ്പൈക്കുകളൊക്കെ ഒരുമിച്ച് വരും നമുക്ക്. ഇപ്പം നമുക്ക് വേനൽക്കാലമാണല്ലോ, മഴക്കാലത്ത് ആരും ഇത് കൊടുക്കരുത് കേട്ടോ. വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനത്തെ വളങ്ങളൊക്കെ കൊടുക്കാം. നല്ല ഹെൽത്തിയായ നമ്മുടെ പ്ലാന്റിന് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണത്. ആദ്യമായാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.